എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു മത്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മത്തിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി ഇതേപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ മത്തിക്കൊക്കെ അങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. 1/2 കിലോ മത്തിയുടെ അളവാണ് കാണിക്കുന്നതിന്. ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എല്ലാം കൂടി ചതച്ചതാണ് ചേർത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കേട്ടോ. ഒരു ഇഞ്ച് നീളത്തിലുള്ള. ഇനി ഒരു 8-10 അല്ലി 8-10 ചെറിയ ഉള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഒന്ന് വഴറ്റുക. ഒന്ന് വഴന്ന് വയ്ക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ നല്ല കമ്മിയാക്കണേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തൊന്ന് ഇളക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരാണ്. ഇത് ചട്ടി ആയതുകൊണ്ടാട്ടോ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീ നല്ല കമ്മിയാക്കിയിട്ട് വെച്ചിരിക്കുന്നു. ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു തക്കാളി അത് ചേർത്ത് വെക്കുക. മസാലയിൽ കടന്നിട്ട് തന്നെ തക്കാളി ഒന്ന് വേകട്ടെ. ചെറിയ തക്കാളി ആയതുകൊണ്ട് കേട്ടോ ഒരെണ്ണം ചേർത്തിരിക്കുന്നു. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 1/2 തക്കാളി ചേർത്താൽ മതി. ഇതൊന്ന് മൂടി വെച്ച് അപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ട് വന്നൊന്ന് നല്ല തക്കാളിയൊക്കെ നന്നായി മാഷായിട്ടുണ്ട്. ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നന്നായി പിഴിഞ്ഞ് ചേർക്കണം. നിങ്ങൾക്ക് കുടംപുളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുടംപുളി ചേർത്താലും മതി. ഒരു 2-3 അല്ലി കുടംപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായി അലിയിപ്പിച്ച് ചേർത്താലും മതി. ഞാനിത് വാളൻപുളിയാണ് ചേർത്തിരിക്കുന്നത്. പുളിയുടെ ഒരു പച്ച ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പോട്ടെ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണേ. 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കല്ലുപ്പാട്ടോ ചേർക്കുന്നത്. ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് ഇതായിട്ടുണ്ടായിരുന്നു. പുളിയുടെയൊക്കെ ഒരു പച്ചമണം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാതെ. നമ്മൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് മീൻ ഇതിൽ കടന്നിട്ടൊന്ന് വേവട്ടെ.